തൃശൂരിൽ സുരേഷ് ഗോപി 10,000 കടന്നിരിക്കുന്നു. 10,000 കടക്കുകയാണ്. ഗോപി തൃശൂർ എടുക്കുകയാണ്. 10,000 കടന്നിരിക്കുന്നു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ലീഡ് 10,000 കടക്കുന്നു. 10,142. സുരേഷ് ഗോപി ലീഡിംഗ്. വടക്കുംനാഥനായി മാറുമോ സുരേഷ് ഗോപി? തൃശൂരിന്റെ വടക്ക് പക്ഷേ ഉത്തർപ്രദേശിൽ 42 വടക്കുംനാഥനിൽ തൃശൂരിൽ യുപിയിൽ 42 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യം മുൻപിൽ ഓഹരി വിപണി തകരുന്നു. ഉത്തർപ്രദേശിൽ സകലതിനെയും തച്ചുടക്കുന്ന ഒരു തീക്കാറ്റ്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി കോംബോ ഉത്തർപ്രദേശിൽ BJP-യെ നാമാവശേഷമാക്കി കൊണ്ടുപോവുകയാണ്. ലീഡ് നില കൂടുതൽ 261 ഇന്ത്യ സഖ്യത്തിന് 45,000 വോട്ടിന്റെ ലീഡ് നിലയിൽ വയനാട്ടിൽ ലീഡ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി ദേശീയ നേതാവായി മാറുകയാണ്. ഈ രാജ്യത്തിന്റെ നായകൻ ഞാനാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. 261 മഹാരാഷ്ട്രയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക മണ്ഡലമാകുന്നത്, നിർണായക സംസ്ഥാനമാകുന്നത്. മഹാവികാസ് അഘാടി 28 മണ്ഡലങ്ങളിൽ, മഹായുതി 18 മണ്ഡലങ്ങളിൽ മാത്രം. മഹാരാഷ്ട്ര 48 സീറ്റുള്ള മഹാരാഷ്ട്ര ഇത്തവണ നിർണായകമാകുന്നു. UP-യെ പോലെ തന്നെ NCP മറുവിഭാഗത്തിന്, അജിത് പവാർ വിഭാഗത്തിന് 0 സീറ്റാണ്. അവിടെ NCP ശരത് പവാർ വിഭാഗം വമ്പിച്ച മുന്നേറ്റം നടത്തിയിരിക്കുന്നു. NCP-യുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ. 9 സീറ്റുകളിൽ NCP ലീഡ് ചെയ്യുകയാണ്. പ്രതീക്ഷ തകരുന്നു. കോട്ട അജിത് പവാറിന്റെ ചതിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി ഭീകരമാണ്. അജിത് പവാർ അവസാനിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര പവാറും സുപ്രിയ സുലെയും ഏറ്റുമുട്ടുന്ന ഒരു കുടുംബത്തിലെ 2 പ്രധാന വനിതകൾ ഏറ്റുമുട്ടുന്ന ബാരാമതിയിൽ ഇതാ സാക്ഷാൽ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ലീഡിംഗ് ഇൻ ബാരാമതി. പ്രവചനങ്ങൾക്കപ്പുറത്ത് കാസർഗോഡ് MV ബാലകൃഷ്ണൻ തിരിച്ചെത്തിയിരിക്കുന്നു. 970 വോട്ടുകൾക്കാണ് ഇപ്പോൾ MV ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താനേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. 970 വോട്ടുകൾക്ക്. അങ്ങനെ 2 ഇടത്ത് മാത്രം LDF. അതെല്ലാം വടക്കൻ കേരളത്തിലാണ്. കാസർഗോട്ടും ആലത്തൂരിലും മാത്രം. ആലത്തൂരിൽ 2,982 വോട്ടുകൾക്ക് K രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ബാക്കി തെക്കൻ കേരളത്തിൽ സമ്പൂർണ്ണമായി UDF കാറ്റ്. സുരേഷ് ഗോപിയുടെ വിജയമാണ് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത്. 10,142 വോട്ടുകൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ്. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 25,499 ഉയരുന്നു. 45,151 വോട്ടിന്റെ ലീഡ് രാഹുൽ ഗാന്ധിക്ക്. 1,00,000 തൊടാൻ പോവുകയാണ് രാഗയുടെ ലീഡ് നില. 45,151 രാഹുൽ ഗാന്ധിക്ക്. വയനാട്ടിൽ NDA ലീഡ് പിടിച്ചു കേട്ടോ. 265, 255 10 സീറ്റുകളിൽ ലീഡ് എടുത്ത് NDA മുന്നണി. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ തേരോട്ടം. 37 ഇടത്തും DMK മുന്നണി, ഒരിടത്ത് DMK, ഒരിടത്ത് NDA. പുതുച്ചേരിയിൽ ഏക സീറ്റ് കോൺഗ്രസ് ആണ് മുന്നിൽ. 10 ലീഡ് അല്ലെങ്കിൽ 20. 270ലേക്ക് NDA മുന്നണി, 250ലേക്ക് ഇന്ത്യ മുന്നണി. കട്ടയ്ക്കു പോലെ ദേശീയ തലത്തിൽ. രാജസ്ഥാനിൽ 10-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസ് ലീഡ്. സിക്കറിൽ അമ്രാറാം ലീഡ് ചെയ്യുകയാണ്. സിക്കറിൽ CPM സ്ഥാനാർത്ഥി അമ്രാറാം ലീഡ് ചെയ്യുകയാണ്. ഇവിടുത്തെ കനൽ ഒന്ന് പോയാൽ അവിടെ വേറൊരു കനലിലേക്ക് ഉണ്ടാവും. ഗുജറാത്തിൽ എത്ര സീറ്റിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നതെന്ന് അറിയുമോ മധു? 5 ഇടത്താണ്. 5 ഇടത്ത് ഗുജറാത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്ഭുതകരമാണ്. പക്ഷേ 7 ഇടത്താണ് ഗുജറാത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 7 ഇടത്താണ് ഈ ഘട്ടത്തിൽ. അല്ല, ഞാൻ പറയുന്നത് ഗുജറാത്തിൽ 5 ഇടത്ത്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കർണാടക പ്രതീക്ഷിച്ച പോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഇനി വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ മുന്നേറി വരാൻ കഴിയുമെന്നറിയില്ല. മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നില മാറി മറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൽ 3 ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നോക്കൂ, 37 ഇടത്തും DMK, ഒരിടത്ത് മാത്രം ADMK. BJP അവിടെ ഇല്ല. മധ്യപ്രദേശിൽ കോൺഗ്രസ് 2 ഇടത്ത്. ആന്ധ്രാപ്രദേശ് 105 സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 105 സീറ്റ് കോൺഗ്രസ് എല്ലായിടത്തും. 274 നിലവിൽ NDA ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്നു. വാരണാസിയിൽ നരേന്ദ്രമോദി തിരിച്ചു വരുന്നു. NDA പട്ടികയിൽ തിരിച്ചു വരുന്നു. 274 നരേന്ദ്രമോദി വലിയ ഒരു സ്കയറിനെ അതിജീവിക്കുന്നു. വാരണാസിയിൽ അജയ് റായിയെ മറികടക്കുന്നു. ഒരു ഘട്ടത്തിലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിൽ പോവുക എന്ന് പറയുന്നത്